റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളുടെ വലിയ ശേഖരമുള്ള ഇന്ത്യക്ക് ഒരു തന്ത്രപ്രധാനമായ അവസരമായി ഇത് മാറുകയും ചെയ്യും. മാത്രമല്ല, പരിചയസമ്പന്നനായ ടെസ്റ്റ് പൈലറ്റ് സെർജി ബോഗ്ഡാന്റെ നേതൃത്വത്തിലായിരുന്നു ശരിക്കും Su-57M ആദ്യ AI സഹായത്തോടെയുള്ള ഈ പറക്കൽ. ഒരു പൈലറ്റ് കോക്ക്പീറ്റിൽ ഉണ്ടായിരുന്നിട്ടും വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ, നാവിഗേഷൻ, ലക്ഷ്യം തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം സംയോജിത AI സിസ്റ്റം സ്വയം ഭരണാധികാരത്തോടെയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, റഷ്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ പരീക്ഷണം അടയാളപ്പെടുത്തി. കൂടാതെ യുദ്ധവ്യോമയാനത്തിൽ AI സജീവമായി വിന്യസിക്കുന്ന ചുരുക്കം ചില ആഗോള ശക്തികളിലൊന്നായി ഇതിനെ തുടർന്ന് റഷ്യ മാറുകയും ചെയ്തു. 5ാം തലമുറ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റുകൾ വികസിപ്പിക്കുന്നതിനായി 1999 ആരംഭിച്ച റഷ്യയുടെ ദീർഘകാല PAK-FA പ്രോഗ്രാമിന്റെ നിർണായക ഭാഗം കൂടിയാണ് ഈ AI സംയോജനം എന്ന് പറയാം. നിലവിലെ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ഒരു പൈലറ്റിനെ നിർബന്ധമാക്കുന്നതിനാൽ Su-57M പൂർണ്ണമായും AI നയിക്കുന്നു എന്ന് പറയാനും കഴിയുന്നതായിരിക്കില്ല. പക്ഷെ പറക്കുമ്പോൾ പ്രധാന പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം AI ഏറ്റെടുത്ത് കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട്.